ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 5 ബേസിക് സ്റ്റിച്ചസ് ആണ് നോക്കുന്നത്. ഇത് നമ്മൾക്ക് എങ്ങനെ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ക്ലോത്തിൽ 5 ലൈൻ ഇട്ടിട്ടുണ്ട് ഓരോ സ്റ്റിച്ചിനും വേണ്ടിയിട്ട്. അതിൽ കൂടെ തയ്ക്കുമ്പോൾ നമുക്കൊന്നുകൂടി ഈസി ആയിരിക്കും. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സൂചി ഒന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുക, താഴേന്ന് നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും താഴേക്ക് ഇറക്കുക. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് വന്നു. വീണ്ടും നമുക്ക് ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മുകളിലേക്ക് കുത്തിയെടുക്കുക. അതുപോലെ തന്നെ വീണ്ടും താഴേക്ക് കുത്തുക. വീണ്ടും മുകളിലേക്ക്, വീണ്ടും താഴേക്ക് കുത്തുക. ഈ സ്റ്റിച്ച് ശരിക്കും ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. പക്ഷേ എന്നാലും നമ്മളത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ കുത്തിയെടുക്കുന്ന ഗ്യാപ്പ്, ക്ലോത്തിൽ വരുന്ന ഗ്യാപ്പും അതുപോലെ സ്റ്റിച്ചിൻ്റെ സൈസും ഒരുപോലെ ഇരിക്കണം. അതെല്ലാം ഒരുപോലെ വന്നാലേ ആ സ്റ്റിച്ചിന് ഭംഗി വരുള്ളൂ. ഇത് നമുക്കിങ്ങനെ ഓരോരോ സ്റ്റിച്ച് വീതം സെപ്പറേറ്റ് ചെയ്തിങ്ങനെ കുത്തി എടുക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്കിങ്ങനെ 2-3 സ്റ്റിച്ചുകൾ ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചുകൊണ്ട് 2-3 സ്റ്റിച്ചുകൾ ഒരുമിച്ച് ഇങ്ങനെ കുത്തിയെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ വേഗം സ്പീഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ കുത്തിയെടുക്കുന്ന ഗ്യാപ്പും സ്റ്റിച്ചിൻ്റെ വലിപ്പമൊക്കെ ഒരുപോലെ ഇരിക്കണം, അല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. റണ്ണിങ് സ്റ്റിച്ച് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഔട്ട്ലൈൻ സ്റ്റിച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മളെപ്പോഴും കാന്താ വർക്ക് ചെയ്യാനായിട്ട് എപ്പോഴും റണ്ണിങ് സ്റ്റിച്ചാണ് എടുക്കുന്നത്. കാന്താ വർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സാരിയിലും ഷോളിലും ഒക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ വർക്കിൽ മുഴുവനും റണ്ണിങ് സ്റ്റിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറൊരു സ്റ്റിച്ചും അതിൽ വരുന്നില്ല. കാന്താ വർക്കിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന ബാക്ക് സ്റ്റിച്ചാണ്. നീഡിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിങ് ചെയ്തതുപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് താഴേക്ക് കുത്തിയിറക്കുക. വീണ്ടും ചെറിയ ഗ്യാപ്പിൽ അത് മുകളിലേക്ക് എടുക്കുക. എന്നിട്ടിനി നമ്മളത് ബാക്കിലേക്കാണ് കുത്താൻ പോകുന്നത്. അതായത് തൊട്ട് ബാക്കിലുള്ള സ്റ്റിച്ചിൻ്റെ എൻഡിലായിട്ടത് കുത്തി താഴേക്ക് ഇറക്കുക. വീണ്ടും ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് കുത്തി നീഡിലെടുക്കുക. എന്നിട്ട് തൊട്ട് ബാക്കിലെ സ്റ്റിച്ചിൻ്റെ എൻഡിലായിട്ട് കുത്തി താഴെ ഇറക്കുക. ഇത്രയേ ഉള്ളൂ ഈ സ്റ്റിച്ച്. നമുക്ക് നന്നായി ചെയ്തെടുക്കാൻ പറ്റും. ഇത് ചെയ്യുമ്പോഴും നമ്മൾ റണ്ണിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ കുത്തുന്നത് ഒന്ന് ഒരുപോലെ ആയിരിക്കാൻ നോക്കണം, അപ്പോഴതിൻ്റെ വൃത്തി വരുള്ളൂ. നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് കുത്തിപ്പൊക്കി താഴേക്ക് ഇറക്കി അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കുത്തിയെടുക്കാം. ഒറ്റയടിക്ക് കുത്തി ഇങ്ങനെ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ചെയ്യുമ്പോൾ ഒരുപോലെ എടുക്കണമെന്ന് മാത്രം. അങ്ങനെ നമുക്ക് ആ സ്റ്റിച്ച് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാം. ബാക്ക് സ്റ്റിച്ച് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഔട്ട്ലൈൻ സ്റ്റിച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് സ്റ്റെം തയ്ക്കാനും ബാക്ക് സ്റ്റിച്ച് ഉപയോഗിക്കാം. പിന്നെ ആൽഫബറ്റ്സ് ഒക്കെ തയ്ക്കാനും നമുക്ക് ഈ ബാക്ക് സ്റ്റിച്ച് ഉപയോഗിക്കാം. ഇനി നമ്മൾ അടുത്ത് തയ്ക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. അതിനായി നമുക്ക് നീഡിൽ താഴേന്ന് മുകളിലേക്ക് കുത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ കുത്തിയെടുത്തതിൻ്റെ തൊട്ടരികത്ത്
വീണ്ടും കുത്തി ക്ലോത്ത് ഒരു കുറച്ച് കുത്തിയെടുക്കുക. ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് ആ ത്രെഡ് ആ നീഡിലിൻ്റെ അടിയിൽ കൂടെ ഒന്ന് കൊടുത്തിട്ട് നീഡിൽ വലിച്ച് ടൈറ്റ് ചെയ്യുക. ഒരുപാട് ടൈറ്റ് ചെയ്യരുത്. ഇപ്പോൾ നമുക്കവിടെ ഒരു വട്ടം പോലെ വന്നിട്ടുണ്ട്. ആ റൗണ്ടിനകത്തു കൂടെ വേണം അടുത്ത സ്റ്റിച്ച് കുത്താനായിട്ട്. റൗണ്ട് പോലെ വന്നിരിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി ക്ലോത്ത് കുത്തി കുറച്ചെടുക്കുക. വീണ്ടും നീഡിലിനടിയിൽ കൂടെ ഇട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിയിട്ട് വേണം ക്ലോത്ത് എടുക്കാൻ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആ ക്ലോത്ത് എടുക്കുന്ന ഭാഗം ഒരുപോലെ എടുക്കണം. അപ്പോഴേ എല്ലാ ചെയിനും ഒരേ വലിപ്പത്തിൽ ഇരിക്കത്തുള്ളൂ. ചെയിൻ സ്റ്റിച്ച് നമുക്ക് ഒരുപാട് വലിപ്പത്തിൽ ചെയ്യുന്നതിനെക്കാട്ടി ചെറിയ ചെറിയ ചെയിനായിരിക്കും ഭംഗി. ചെയിൻ സ്റ്റിച്ച് സാധാരണ നമുക്ക് ഇത്തിരി തിക്കായിട്ടുള്ള ഔട്ട്ലൈൻ ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഒരു ഡിസൈൻ ഫില്ല് ചെയ്യാനും ഇത് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തിട്ട് ഫില്ല് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. ഒടുവിലെത്തുമ്പോൾ നമുക്കതിൻ്റെ അരികത്ത് മുകളിലായിട്ട് തൊട്ട് മുകളിലായിട്ട് കുത്തി താഴേക്കെടുത്ത് അത് ടൈറ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലേസി സ്റ്റിച്ചാണ്. ലേസി സ്റ്റിച്ച് ശരിക്കും ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റഡ് ആണെന്ന് മാത്രം. കുത്തിയെടുത്തതിൻ്റെ തൊട്ടരികത്ത് കുത്തി കുറച്ച് ക്ലോത്ത് കുത്തിയെടുക്കുക. എന്നിട്ട് ത്രെഡ് നീഡിലിന് അടിയിൽ കൂടി ഇടുക. പതുക്കെ വലിച്ച് ടൈറ്റ് ചെയ്യുക. ഒരുപാട് ടൈറ്റ് ആക്കരുത്. എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ തൊട്ട് മുകളിലായിട്ട് നീഡിൽ കുത്തി ഇറക്കുക. ഇപ്പം നമ്മുടെ ഒരു സ്റ്റിച്ച് അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തത് എവിടെയാണോ വേണ്ടത്, തൊട്ടടുത്ത് വേണമെങ്കിൽ അടുത്ത് കുത്താം. എവിടെയാണോ അടുത്ത സ്റ്റിച്ച് വേണ്ടത് അവിടെ വീണ്ടും നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. വീണ്ടും ആ സ്റ്റിച്ച് ത്രെഡ് വന്നേക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേണം കുത്താൻ. കുത്തി മുകളിൽ ക്ലോത്ത് കുത്തിയെടുക്കുക. എന്നിട്ട് ത്രെഡ് നീഡിലിനടിയിൽ വെച്ച് വലിച്ച് ടൈറ്റ് ചെയ്യുക. ലേസി നമുക്ക് സാധാരണ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽ തയ്ക്കാനും ചെറിയ ചെറിയ ലീഫുകൾ തയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാം. ഏത് വലിപ്പത്തിൽ വേണേൽ നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് വലിപ്പമുള്ള പെറ്റലാണ് വേണ്ടതെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് കുറച്ച് കൂടുതൽ ക്ലോത്ത് കുത്തിയെടുക്കുന്നത് കുറച്ച് കൂടുതലാക്കിയാൽ മതി. ഇതുപോലെ ഒന്ന് കുറച്ചുകൂടെ കൂടുതൽ നീളത്തിലങ്ങ് കുത്തിയെടുത്താൽ നമുക്ക് നമ്മുടെ സ്റ്റിച്ച് ഇത്തിരി വലുതായിരിക്കും. പെറ്റലിൻ്റെ വലിപ്പം നീളം കൂടി കിട്ടും. മുകളിൽ കുത്തി താഴേക്ക് ഇറക്കുക. ബിഗിനേഴ്സിന് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റിച്ചാണ് ഈ ലേസി. ഇത് നന്നായിട്ട് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ലേസി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ചാണ്. അതിനായിട്ട് നീഡിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക. എന്നിട്ട് ത്രെഡിൻ്റെ ഒരു വശത്ത് പിടിച്ചുകൊണ്ട് നീഡിൽ ത്രെഡിലൊന്ന് ചുറ്റിയിട്ട് അവിടെ തന്നെ കുത്തിയിറക്കുക. എന്നിട്ട് പതിയെ വലിച്ച് താഴേക്ക് ടൈറ്റ് ചെയ്യുക. വീണ്ടും അടുത്തത് നമുക്ക് എവിടെയാണോ നോട്ട് വരേണ്ടത് അവിടെ വീണ്ടും കുത്തി മുകളിലേക്ക് എടുക്കുക. അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് ചെയ്യാം. ത്രെഡ് നീഡിൽ ഒരു തവണ ചുറ്റിയിട്ട് കുത്തി താഴേക്ക് ഇറക്കുക. ഇത് വലിച്ച് താത്തുമ്പോൾ നൂല് കട്ട കൂടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫ്രഞ്ച് നോട്ട് നമുക്ക് ഡിസൈനൊക്കെ ഫില്ല് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താൽ ഡിസൈൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഉള്ളിൽ നിറയെ ചെറിയ ചെറിയ ഫ്രഞ്ച് നോട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ്.
ഡിസൈൻ ഫില്ല് ചെയ്തെടുക്കാം. നമുക്കിത്തിരി വലിയ നോട്ടാണ് വേണ്ടതെങ്കിൽ നീഡിൽ 2 തവണ ചുറ്റിയിട്ട് കുത്തിയാൽ കുറച്ചുകൂടെ വലിയ നോട്ട് കിട്ടും. 2 കൂടുതൽ തവണ ചുറ്റിയാൽ അതിൻ്റെ നീറ്റ്നെസ് കുറയും. അപ്പോൾ നമുക്ക് അതിന് ഒരുപാട് വലിയ നോട്ട് വേണമെങ്കിൽ നമുക്ക് ത്രെഡിൻ്റെ എണ്ണം കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് നോട്ട് കംപ്ലീറ്റ് ആയി. നമ്മൾ 5 സ്റ്റിച്ചുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 5 സ്റ്റിച്ച് മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇതുകൊണ്ടുള്ള വേറെ വീഡിയോസുമായിട്ട് ഇനിയും വരാം. താങ്ക് യു.